നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭ്രൂണഹത്യ തടയാൻ കർശന നടപടികൾ വേണമെന്ന് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ്. മിൽമ പാലിന് 5 രൂപ വർദ്ധിപ്പിച്ചു. കാലിത്തീറ്റ വില വർധനവ് കർഷകർക്ക് ഇരുട്ടടിയാവുന്നു. മേയർ പദവി ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു. നഗരസഭാ ഭരണം സ്തംഭനത്തിലേക്ക്. മതേതര ഐക്യത്തിനായി കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെങ്കിലും അവർ പറയുന്നതെല്ലാം അനുസരിക്കുമെന്ന് കരുതണ്ടെന്ന് എം.വി. രാഘവൻ. പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിൽ UDF-നെതിരെ രൂക്ഷ വിമർശനം. സ്വകാര്യ ബസ് ജീവനക്കാരുടെ പണിമുടക്ക്. വാഹന പ്രചരണ ജാഥയ്ക്ക് കാസർഗോഡ് സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മതേതര ഐക്യം നിലനിർത്തുന്നതിനായി കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് CMP ജനറൽ സെക്രട്ടറി എം.വി. രാഘവൻ. എന്നാൽ അതുകൊണ്ട് കോൺഗ്രസ് പറയുന്നതെല്ലാം അനുസരിക്കുമെന്ന് കരുതേണ്ടതില്ലെന്നും 8ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് MVR പ്രസംഗം ആരംഭിച്ചത്. ഇടത് ഐക്യത്തിനും മതേതര ഐക്യത്തിനും ഉള്ള ആഹ്വാനമാണ് 8ാം പാർട്ടി കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുകയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ മതേതര ശക്തി കോൺഗ്രസ് ആണ്. അതിനു പിന്നിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് മതേതര ഐക്യം ശക്തിപ്പെടുത്താൻ ചെയ്യാവുന്ന കാര്യം. എന്നാൽ അതുകൊണ്ട് കോൺഗ്രസ് പറയുന്നതെല്ലാം കേട്ടുകൊള്ളണമെന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും ശക്തിപ്പെടുത്തി BJP-യെ തോൽപ്പിച്ച് മതേതര ഇന്ത്യ കെട്ടിപ്പടുക്കാൻ എന്ത് ത്യാഗവും ഞങ്ങൾ തയ്യാറാണെന്ന് ഈ കോട്ടയത്ത് വെച്ച് ഞങ്ങൾ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങൾ നിൽക്കുന്നത് സ്പഷ്ടമായി പറഞ്ഞു. ഒരു പണിയും കൂടെ വീണ്ടും ആവർത്തിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ കേരളത്തിൽ ഞങ്ങൾ വിളിക്കും. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടിയും വിലക്കയറ്റത്തെക്കുറിച്ച് UDF ആലോചിക്കണമെന്നും ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുന്നത് തടയാൻ നടപടികളുണ്ടാകണമെന്നും MVR ആവശ്യപ്പെട്ടു. ഇടതുമുന്നണിയിലെ 2ാം കക്ഷിയെന്ന് അവകാശപ്പെടുന്ന CPI നേതൃത്വം പ്രവർത്തകരെയും അംഗങ്ങളെയും നിരാശപ്പെടുത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും ഉള്ളിടത്തോളം കാലം പാർട്ടി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞും അക്രമത്തിലൂടെയല്ല സമാധാന മാർഗം അവലംബിച്ചു വേണം രാഷ്ട്രീയ പ്രവർത്തനം തുടരേണ്ടതെന്നുമുള്ള ആഹ്വാനം നൽകിയുമാണ് പ്രായാധിക്യത്തിലും മൂർച്ച ഒട്ടും കുറയാത്ത തൻ്റെ വാക്കുകൾ MVR അവസാനിപ്പിച്ചത്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. CMP നേതാക്കളായ പാട്യം രാജൻ, CP ജോൺ, KR അരവിന്ദാക്ഷൻ, അസീം ജസ്ബി തുടങ്ങിയവർ സംസാരിച്ചു. CMP-യുടെ 8ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ UDF നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും രൂക്ഷ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേതൃത്വം പാർട്ടിയോട് അനീതിയാണ് കാണിച്ചതെന്നും ഈ അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമുണ്ടായിട്ടില്ലെന്നും പ്രമേയത്തിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ഘട്ടം മുതൽ UDF നേതൃത്വം പാർട്ടിയോട് അനീതിയാണ് കാട്ടിയതെന്ന് പ്രമേയത്തിൽ പറയുന്നു. പാർട്ടി ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകിയില്ല. ലഭിച്ച സീറ്റുകളിൽ തോൽപ്പിക്കാനുള്ള തന്ത്രം കോൺഗ്രസ് തന്നെ മെനയുകയും ചെയ്തിരുന്നു. ഈ അവഗണനയാണ് UDF നേതൃത്വം ഇപ്പോഴും പാർട്ടിയോട് പുലർത്തുന്നത്. ജനങ്ങളെ വർഗീയതയിലേക്കും ജാതീയതയിലേക്കും തിരിയാൻ പ്രേരിപ്പിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പുലർത്തുന്നതെന്നും മുസ്ലിം വർഗീയതയ്ക്ക് ലീഗും മൂർച്ച കൂട്ടുകയാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തുന്നു. പെൻഷൻ പ്രായം 5ാം മന്ത്രി തുടങ്ങി നയപരമായ കാര്യങ്ങൾ UDF-ൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്ന പരാതിയും പ്രമേയം ഉന്നയിക്കുന്നു. കേന്ദ്ര സർക്കാരിനെയും പ്രമേയത്തിൽ വിമർശിക്കുന്നുണ്ട്. UPA സർക്കാരിൻ്റെ കീഴിൽ രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് സാധാരണ ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. പാർട്ടി വിട്ടവരെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തുക അല്ലെങ്കിൽ അവരെ കശാപ്പ് ചെയ്യുക എന്നതാണ് CPM നയമെന്നും കുറ്റപ്പെടുത്തുന്നു. 1996-ൽ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കി മതേതര ശക്തികൾ ഒന്നിക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും ശുഷ്കിക്കുമായിരുന്നില്ലെന്നും പ്രമേയത്തിൽ പരാമർശമുണ്ട്. ഭ്രൂണഹത്യ പോലെ കാടത്തം നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ സമൂഹം ഒന്നാകെ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി KV ഇബ്രാഹിം കുഞ്ഞ്. സംസ്ഥാന ജനനാവകാശ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച 3ാം മതസൗഹാർദ്ദ നിറകുടുംബ മഹോത്സവം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തോപ്പ് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി അധ്യക്ഷത വഹിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മിറ്റി പ്രസിഡന്റ് വിൽസൺ പണ്ടാരപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. മാർ അപ്രയം മെത്രാപ്പൊലീത്ത വിശിഷ്ടാതിഥികളെ പൊന്നാട ചാർത്തി ആദരിച്ചു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ,
ജനനാവകാശ സംരക്ഷണ സമിതിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ഭ്രൂണഹത്യക്കെതിരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധങ്ങൾ ഉന്നയിച്ചതിന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLAക്ക് പുരസ്കാരം നൽകി ആദരിച്ചു. 5 മുകളിൽ മക്കളുള്ള നിറകുടുംബങ്ങളെ സദസ്സിൽ പുരസ്കാരം നൽകി ആദരിച്ചു. ഭ്രൂണഹത്യക്കെതിരെ വിവിധ മേഖലകളിൽ പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. മുഹമ്മദ് സുനീർ മൗലവി, ജെറുസലേം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത്, സിനി ആർട്ടിസ്റ്റ് ഉണ്ണിമേരി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. സാധാരണക്കാർക്കും ക്ഷീരകർഷകർക്കും ഗുണം ചെയ്യാത്ത മിൽമ പാൽ വില വർധനവ് നിലവിൽ വന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവിൽ പൊറുതിമുട്ടിയ സാധാരണക്കാരനുമേൽ മറ്റൊരു വിലവർധനവ് കൂടി അടിച്ചേൽപ്പിച്ചാണ് മിൽമ പാൽ വില വർദ്ധിപ്പിച്ചത്. 5 രൂപയാണ് 1 ലിറ്ററിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വില വർദ്ധിപ്പിച്ചതിനനുസരിച്ച് ക്ഷീരകർഷകന് ലഭിക്കുന്ന ആനുകൂല്യവും വർദ്ധിപ്പിക്കുമെന്ന് മിൽമ അവകാശപ്പെട്ടിരുന്നു. അതനുസരിച്ച് 1 ലിറ്ററിന് 4 രൂപ 60 പൈസ കർഷകന് ലഭിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം കാലിത്തീറ്റയ്ക്ക് വില കുത്തനെ ഉയർന്നതോടെ ലാഭത്തിനേക്കാൾ നഷ്ടമാണ് ക്ഷീരകർഷകൻ നേരിടുന്നത്. കാലിത്തീറ്റയുടെ നിലവിലെ വിലയേക്കാൾ 200 രൂപയാണ് ഒരു ചാക്കിന് ഉയർത്തിയിരിക്കുന്നത്. ഫലത്തിൽ മിൽമ പാൽ വില വർധന സാധാരണക്കാരനെയും കാലിത്തീറ്റ വില വർധന കർഷകനെയും കൂടുതൽ ദുരിതത്തിലാക്കിയ അവസ്ഥയാണുള്ളത്. ഫ്ളാറ്റുകളിലെ ഗ്യാസ് വിതരണ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഫ്ളാറ്റ് സമുച്ചയത്തിന് ഒറ്റ കണക്ഷൻ എന്ന മണ്ടൻ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങി ഓരോ താമസക്കാരനും 6 സിലിണ്ടറുകൾ കിട്ടത്തക്ക വിധം ഉടൻ നിയമപ്രാബല്യമുണ്ടാകുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മുൻ തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായി താമസക്കാരുടെ എണ്ണം അടിസ്ഥാനമാക്കി പാചകവാതക സിലിണ്ടറുകൾ നൽകുമെന്നും IOC വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. നേരത്തെ മൊത്തം വീടുകളെ ഒരു യൂണിറ്റായി കണ്ട് ഒറ്റ കണക്ഷനായി പരിഗണിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഇതിലെ മണ്ടത്തരമാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ തിരുത്തുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 30 മുതൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്കിനോടനുബന്ധിച്ച് സംസ്ഥാന പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പാണത്തൂരിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് കാസർഗോഡ് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KV ലക്ഷ്മണ അധ്യക്ഷത വഹിച്ചു. ഫിറോസ് ബാബു, ബാലൻ നായർ, K ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജൻ കിഷോർ സ്വാഗതം പറഞ്ഞു. KK ഫിറോസ് നയിച്ച ജാഥ കണ്ണൂർ ജില്ലയിൽ സമാപിച്ചു. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. ധാര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ. കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം. സുഖപ്രദമായ പരിചരണം. പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ. വിപുലമായ ഫാർമസി. ശാന്തമായ അന്തരീക്ഷം. വിശാലമായ പാർക്കിംഗ്. പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല. ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുസവൻകുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 04672980-148. വാർത്തകൾ തുടരുന്നു. കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പും KP വിശ്വനാഥൻ വിഭാഗവും തുറന്ന പോരിനൊരുങ്ങുന്നു. ഗ്രൂപ്പ് വഴക്ക് രൂക്ഷമായതോടെ നഗരസഭാ ഭരണം സ്തംഭനത്തിലേക്ക് നീങ്ങുന്നു. കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലിയുണ്ടാക്കിയ കരാർ പാലിക്കില്ലെന്ന ഐ ഗ്രൂപ്പ് നിലപാടാണ് KP വിശ്വനാഥൻ വിഭാഗത്തെ ചൊടിപ്പിക്കുന്നത്. 2 വർഷം മുൻപുണ്ടാക്കിയ കരാർ പ്രകാരം മേയർ IP പോൾ 2.5 വർഷ കാലാവധി പൂർത്തിയാക്കിയാൽ അധികാരമൊഴിയണമെന്നും A ഗ്രൂപ്പുകാരനായ രാജൻ പല്ലനെ മേയറാക്കണമെന്നും KP വിശ്വനാഥൻ വിഭാഗം ആവശ്യപ്പെടുന്നു. എന്നാൽ 2 വർഷത്തിനുള്ളിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഏറെ മാറിയെന്നും KP വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ളവർ യഥാർത്ഥ A ഗ്രൂപ്പുകാരല്ലെന്നുമാണ് ഇപ്പോൾ ഒരു വിഭാഗം വാദിക്കുന്നത്. PA മാധവൻ MLAയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ രൂപം കൊണ്ട പുതിയ A ഗ്രൂപ്പ് തങ്ങൾക്ക് മേയർ സ്ഥാനം ആവശ്യമില്ലെന്ന നിലപാടാണ്. ഇതോടെ 2.5 കൊല്ലത്തെ കാലാവധി പൂർത്തിയായാലും IP പോൾ ഒഴിയേണ്ടതില്ലെന്ന് ഐ ഗ്രൂപ്പും വാദിക്കുന്നു. മേയർ പദവി ലഭിച്ചില്ലെങ്കിലും പകരം പഴയ TUDയെ പുനരുജ്ജീവിക്കുമ്പോൾ അതിന്റെ അധ്യക്ഷ സ്ഥാനം A ഗ്രൂപ്പിന് നൽകാനും ആലോചനയുണ്ട്. A ഗ്രൂപ്പുകാരനായ മുൻ മേയർ K രാധാകൃഷ്ണനെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇതോടെ KP വിശ്വനാഥനോടൊപ്പം ഉറച്ചുനിന്ന രാജൻ പല്ലന് അവസരം നഷ്ടപ്പെടുമെന്ന സ്ഥിതിയാണ്. ഇത്തരത്തിലുണ്ടാക്കുന്ന ഒരു നീക്കുപോക്കിനെ ഒരു തരത്തിലും അംഗീകരിക്കേണ്ടതില്ലെന്നും മേയർക്കും കൂട്ടർക്കുമെതിരെ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്തു വരാനുമാണ് ഇവർ ആലോചിക്കുന്നത്. കോർപ്പറേഷൻ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളെ മേയർക്കെതിരെ ആയുധമായി ഉപയോഗിക്കാനും KP വിശ്വനാഥൻ വിഭാഗം തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായാണ്
AICC അംഗം കൂടിയായ KP വിശ്വനാഥൻ നേരിട്ട് സ്റ്റേഡിയം പണി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വനം മന്ത്രിക്ക് കത്ത് നൽകിയതെന്നാണ് സൂചന. കോർപ്പറേഷന്റെ അനുവാദമില്ലാതെയാണ് പണി നടക്കുന്നതെന്ന് KP വിശ്വനാഥൻ കത്തിൽ പറയുന്നുണ്ടെങ്കിലും മേയറുടെയോ കോർപ്പറേഷന്റെയോ അനുവാദമില്ലാതെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിർമ്മാണ ജോലികൾ നടക്കില്ലെന്ന് അദ്ദേഹത്തിനും അറിയാം. ഇക്കാര്യത്തിൽ മേയറെ വെട്ടിലാക്കുക എന്ന തന്ത്രം തന്നെയാണ് KP വിഭാഗം പയറ്റുന്നത്. അതേസമയം ഇനിയുള്ള 6 മാസക്കാലം മാലിന്യ പ്രശ്നമടക്കമുള്ള നിരവധി ആരോപണങ്ങളുമായി രംഗത്ത് വരാനും ഈ വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ DCC നേതൃത്വത്തെ ഇടപെടുവിച്ച് IP പോളിന്റെ രാജിക്ക് സമ്മർദ്ദമേറ്റുക എന്നതാണ് തന്ത്രം. ഫലത്തിൽ ഈ നീക്കങ്ങൾ കോർപ്പറേഷനിൽ ഭരണസ്തംഭനത്തിന് കളമൊരുക്കുകയാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ ആവശ്യം വേണ്ട എല്ലാവിധ മരുന്നുകൾക്കും 8 മുതൽ 45% വരെ കുത്തന വില കൂടിയതായി ആക്ഷേപം. ആന്റിബയോട്ടിക്കുകൾ, വേദനസംഹാരികൾ തുടങ്ങി ആസ്മ, തൈറോയിഡ്, പ്രമേഹം, രക്തസമ്മർദ്ദം, നാഡീസംബന്ധ രോഗങ്ങൾ, കൊളസ്ട്രോൾ തുടങ്ങി വൈറ്റമിൻ മരുന്നുകളുടെ വരെ വിലയാണ് കുത്തനെ ഉയർന്നിട്ടുള്ളത്. ഈ വർഷം ഇത് 2ാം വട്ടമാണ് മരുന്നുവില യാതൊരു നിയന്ത്രണവുമില്ലാതെ ഉയർന്നിരിക്കുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതുമായ എല്ലാവിധ മരുന്നുകളും അതത് കമ്പനികൾ തന്നിഷ്ടം പോലെ വില നിശ്ചയിച്ച് വിൽക്കുന്നതായി നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി വരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിക്കുകയും വില നിയന്ത്രിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നതിന് തെളിവാണ് ക്രമാതീതമായ ഈ വില വർധന. എന്നാൽ ഇതിനിടെ സർക്കാർ വില നിയന്ത്രണ പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന സൂചനയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാകണം വില പെട്ടെന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നാണ് പൊതുവെ ഉയർന്നിട്ടുള്ള ആക്ഷേപം. ഇരിഞ്ഞാലക്കുടയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കഞ്ചാവുമായി ബൈക്കിൽ പോവുകയായിരുന്ന 2 അംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെന്ത്രാപ്പിന്നി മുന്നാക്കപ്പറമ്പിൽ ഹാരിസ്, കാക്കരപ്പീടികയിൽ മുഹമ്മദ് റാഫി എന്നിവരാണ് പിടിയിലായത്. വെളയനാട് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പോലീസ് കൈകാണിച്ചെങ്കിലും നിർത്താതെ പോവുകയായിരുന്നു. തുടർന്ന് പോലീസ് പിന്തുടർന്ന് പിടികൂടിയപ്പോഴാണ് കഞ്ചാവ് കണ്ടെടുത്തത്. 100 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തതായി SI അനിൽകുമാർ ടി മേപ്പുള്ളി അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും കഞ്ചാവ് വിൽപ്പന നടത്തിവന്നവരാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ ഒരാഴ്ചക്കിടയിൽ ഇത് 4ാമത്തെ കഞ്ചാവ് വേട്ടയാണ്. കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ മാർഗദർശി 2012 വിദ്യാഭ്യാസ സെമിനാർ വ്യാപാര ഭവനിൽ വെച്ച് E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം +2-ന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം +2-ന് ശേഷം എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് വിദ്യാർത്ഥിക്ക് സ്വന്തമായി അവരുടെ കഴിവിനനുസരിച്ച്, വാസനക്കനുസരിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. ആ വാസന മനസ്സിലാക്കി അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരെ അതിന് പ്രോത്സാഹിപ്പിക്കണം. അധ്യാപകനെ സാധാരണ കാണുന്ന 2 കണ്ണിനും അപ്പുറത്തൊരു 3ാം കണ്ണുണ്ട്. വിദ്യാർത്ഥികളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് വിദ്യാർത്ഥിയുടെ വാസനയെ, പ്രതിഭയെ കണ്ടറിയാൻ കഴിയുന്ന ഒരു വലിയ കാഴ്ച അവർക്കുണ്ട്. കോർപ്പറേഷൻ ബാങ്ക് സീനിയർ മാനേജർ ശ്രീധരൻ KP സ്വാഗതവും ന്യൂ ജനറേഷൻ ഡയറക്ടർ MC ആനന്ദ് നന്ദിയും പറഞ്ഞു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് N. സുരേഷ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ, മാർഗദർശി പ്രൊജക്ട് ചെയർമാൻ ഡോക്ടർ KG പൈ, കാസർഗോഡ് കോർപ്പറേഷൻ ബാങ്ക് സീനിയർ മാനേജർ പവിത്രകുമാർ ഗുരുക്കൾ, MK വിനോദ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വെളുത്തോളി കോളനി നിവാസി കുഞ്ഞിരാമൻ എന്ന വ്യക്തിയെ മാനസിക വിഭ്രാന്തിയെ തുടർന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഞായറാഴ്ച ഏകദേശം 5 മണിയോടെ ഇയാളെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കാണാതായിരിക്കുകയാണ്. ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 95 442 40704 എന്ന നമ്പറിൽ അറിയിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭ്രൂണഹത്യ തടയാൻ കർശന നടപടികൾ വേണമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. മിൽമ പാലിന് 5 രൂപ വർദ്ധിപ്പിച്ചു. കാലിത്തീറ്റ വില വർധനവ് കർഷകർക്ക് ഇരുട്ടടിയാവുന്നു. മേയർ പദവി ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു. നഗരസഭാ ഭരണം സ്തംഭനത്തിലേക്ക്. മതേതര ഐക്യത്തിനായി കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെങ്കിലും അവർ പറയുന്നതെല്ലാം അനുസരിക്കുമെന്ന് കരുതണ്ടെന്ന് MV രാഘവൻ. പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിൽ UDF-നെതിരെ രൂക്ഷ വിമർശനം. സ്വകാര്യ ബസ് ജീവനക്കാരുടെ പണിമുടക്ക്. വാഹന പ്രചരണ ജാഥയ്ക്ക് കാസർഗോഡ് സ്വീകരണം നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.